Okay friends, നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് Asus Zenfone Max Pro M1 ആണ്. അപ്പോൾ ഇതിപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മളത് പാഴ്സൽ പൊട്ടിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇത് ചെറുതായിട്ട് ഞങ്ങളത് മുറിച്ച് വെച്ചാണ് ആദ്യമേ. അപ്പോൾ ഒന്ന് കവർ പൊട്ടിക്കാൻ പോവുകയാണ്. ഇതിന് വേറെ പാക്കിംഗ് ഉണ്ട്, അവിടെ കൂടെ പൊട്ടിക്കേണ്ടി വരും. ഏകദേശം മൊത്തത്തിൽ പൊട്ടിച്ചിട്ടുണ്ട്. ഇനി പൊട്ടിക്കേണ്ടി വരും. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നടുക്കൊന്ന് ചെയ്യേണ്ട വരും. ഇതിൻ്റെ അകത്തൊരു ബിൽ സ്ലിപ്പുണ്ട്. നമ്മൾ ഓഫറുള്ളപ്പോഴാണ് വാങ്ങിച്ചത്. മൊത്തം 13 രൂപയായി. ഇതാണ് അതിൻ്റെ ബോക്സ്. നല്ല പാക്കിങ്ങിലൊക്കെയാണ് വന്നിരിക്കുന്നത്. തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ Zenfone Max Pro. അപ്പോൾ ഇതിൻ്റെ കവറൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് തന്നെ കവർ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് കാണാമല്ലോ അല്ലേ, കാണാം. ഇത് പ്രൈസ് ഒന്നും ഇങ്ങനെ എഴുതിയിട്ടില്ല. സൈസ് കൊടുത്തിട്ടുണ്ട്, 2 IMEI നമ്പർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എന്തായാലും ഇതും കൂടെ ഒന്ന് പൊട്ടിക്കാം. നല്ല കവറിങ് ആണ്, പെട്ടെന്നൊന്നും അങ്ങനെ പൊട്ടിക്കാൻ പറ്റത്തില്ല. ഓക്കെ, ചെറുതായിട്ടൊരു പാടൊക്കെ ഞാൻ വീഴ്ചിട്ടുണ്ട് കവറായിട്ട്, കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ കവർ പൊട്ടിച്ച് കഴിയുമ്പോൾ ഒരു സിറ്റുവേഷൻ. ഇനി ഇത് തുറക്കുന്നത് ഓക്കെ തള്ളുന്ന ടൈപ്പാണ്. അപ്പോൾ ഇത് നമ്മൾ തുറക്കാൻ പോവാണ്. ഇതാണ് എൻ്റെ ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ഫോൺ. അപ്പോൾ ബ്ലൂ ആണ് നമ്മൾ ബുക്ക് ചെയ്യുന്നത്, ബ്ലൂ തന്നെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഇനി എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് പരീക്ഷിക്കാം. ഇതാണ് അതിൻ്റെ കൂടെ ഫ്രീ കിട്ടുന്ന മാജിക് ബോക്സ്. നമുക്ക് എങ്ങനെയുണ്ട് ലാസ്റ്റ് നോക്കാം. ഒരു ചാർജറിൻ്റെ ഒരു ഡേറ്റ കേബിളുണ്ട്, ഒരു ചാർജറുണ്ട്, ഫാസ്റ്റ് ചാർജിങ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ Asus Zenfone Max Pro M1. ഇപ്പം ഡ്യുവൽ ക്യാം ആണ്. അതുപോലെ തന്നെ ബാക്കിൽ ഫിംഗർ പ്രിൻറ്റ് സെൻസറുണ്ട്, ഫ്രണ്ടിൽ ലൈറ്റ് സെൻസറുണ്ട്, ക്യാമറ 5.99 ഇഞ്ചാണ് ഇതിൻ്റെ സൈസ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കത് ഓൺ ചെയ്ത് നോക്കാം. ഇതെൻ്റെ ഗേൾ ഫ്രണ്ടിന് വേണ്ടി ഞാൻ വാങ്ങിച്ചതാണ്, ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ അവൾ തന്നെയാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫോൺ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ഫോൺ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫോൺ ഓണായി വരുമ്പോൾ ഉള്ള സിറ്റുവേഷൻ. നമുക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഇന്ത്യ, ഇന്ത്യ ഇല്ല. അപ്പോൾ നമുക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ വൈഫൈ കണക്ഷൻ ഉള്ളതുകൊണ്ട് ഞങ്ങളത് കണക്ട് ചെയ്യാണ്. ഓക്കെ, എല്ലാം എഗ്രി ചെയ്യാണ്.
ഇതിൻ്റെ മെറ്റീരിയലെല്ലാം വളരെയധികം സ്മൂത്താണ്. സാധാരണ ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമ്മളിത് വലിയ ടെക്നീഷ്യനൊന്നും അല്ലാത്തതുകൊണ്ട് കൂടുതലായിട്ടൊന്നും അറിയത്തില്ല. എന്തായാലും സാധാരണക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു ഫോണായിരിക്കും. ഡിസൈനും അതുപോലെ തന്നെ പിടിക്കാനും സുഖമാണ്. ഒത്തിരി വണ്ണമില്ലാത്തതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് പിടിക്കാനൊക്കെ പറ്റുന്നുണ്ട്. ഓക്കെ, സ്കിപ്പ്. ഓക്കെ, ഞാൻ പേര് കൊടുക്കുകയാണ്. ഫോണൊന്ന് സ്റ്റാർട്ടാണ് 100 കടമ്പകൾ കടന്നു പോകും. ഓക്കെ, അപ്പോൾ ഇതാണ് ഫോണിൻ്റെ ഇൻ്റർഫേസ്. മെനു. ഓക്കെ, സ്ലൈഡിങ് മെനു ആണ്. ക്യാമറ, ക്യാമറ ഒക്കെ കിടക്കാഴ്ച തന്നെയാണ്. ഇതാണ് എൻ്റെ സൂമിങ്. അപ്പോൾ കാണിച്ച ഫ്രണ്ട് ബാക്ക് ക്യാമാണ്. അതുപോലെ തന്നെ അപ്പോൾ ഇനി ലൈറ്റ് സെൻസർ, ഓട്ടോമാറ്റിക് ലൈറ്റ് സെൻസർ ഇല്ല, മാനുവലേ ഉള്ളൂ. അപ്പോൾ അതാണ് ഇതിൻ്റെ വേറൊരു പ്രശ്നം. ബാക്കി അത്യാവശ്യം സാധാരണക്കാർക്കെല്ലാം യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ഫോൺ തന്നെയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് us.